മലയാള ഗാനരചനാ രംഗത്തെ ഗന്ധർവ സ്പർശം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗിരീഷ് പുത്തഞ്ചേരി കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന ഒരു പ്രതിഭയല്ല. വയലാർ, ഭാസ്കരൻ, ONV യുഗത്തിന് ശേഷം മലയാള സിനിമയിൽ വരികളുടെ വസന്തം തീർത്ത അദ്ദേഹം സംഗീത സംവിധായകർക്ക് ഈണമിടാൻ പാകത്തിൽ അക്ഷരങ്ങളെ പരുവപ്പെടുത്തിയെടുത്ത ശില്പിയായിരുന്നു. ആകാശവാണിയിൽ ലളിതഗാനങ്ങൾ രചിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ എഴുത്തു ജീവിതം ആരംഭിച്ചു. പിന്നീട് സിനിമയിലേക്ക് പ്രവേശിച്ചെങ്കിലും ജോണി വാക്കർ എന്ന ചിത്രത്തിലെ ശാന്തമീ രാത്രിയിൽ എന്ന സൂപ്പർ ഹിറ്റ് ഗാനമാണ് പുത്തഞ്ചേരി എന്ന പ്രതിഭയെ സിനിമാ ലോകത്ത് ഉറപ്പിച്ചു നിർത്തിയത്. മലയാളിയുടെ വികാരങ്ങളെ സംഗീതവുമായി ഇത്രമേൽ വിളക്കിച്ചേർത്ത മറ്റൊരു രചയിതാവ് അപൂർണമാണ്. വിദ്യാസാഗർ, രവീന്ദ്രൻ മാസ്റ്റർ, MG രാധാകൃഷ്ണൻ തുടങ്ങിയ അതുല്യ സംഗീതജ്ഞരുമായി അദ്ദേഹം സൃഷ്ടിച്ച ഗാനങ്ങൾ ഇന്നും മലയാളിയുടെ സംഗീത സ്മൃതികളിൽ മുൻനിരയിലുണ്ട്. പ്രകൃതിയും പ്രണയവും തമ്മിലുള്ള ആത്മബന്ധം അദ്ദേഹത്തിന്റെ വരികളിൽ നിഴലരിച്ചിരുന്നു. മഞ്ഞുതുള്ളി, മഴക്കാറ്, സൂര്യകിരീടം, നിലാക്കടമ്പ് തുടങ്ങിയ ബിംബങ്ങൾ കേവലം അലങ്കാരങ്ങളല്ല, മറിച്ച് വികാരങ്ങളുടെ നേർക്കാഴ്ചകളായാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ദേവാസുരം മുതൽ നന്ദനം വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇതിന് ഉദാഹരണമാണ്. പ്രത്യേകിച്ച് അമ്മയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ അമ്മ മഴക്കാറിന് കണ്ണിറഞ്ഞു എന്ന വരികൾ മലയാളികളെ ഇന്നും ഈറനണിയിക്കുന്നു. അതെ, അദ്ദേഹം തന്റെ പാട്ടുകളിൽ ഒരു മാന്ത്രിക ലോകം തന്നെ സൃഷ്ടിച്ചു. ഗാനരചനയ്ക്ക് പുറമെ തിരക്കഥാകൃത്ത്, കഥാകൃത്ത് എന്നീ നിലകളിലും അദ്ദേഹം തന്റെ കൈമുദ്ര പതിപ്പിച്ചു. മേലെ പറമ്പിലാൻ വീട്, കിഞ്ഞാരിപ്പുഴയോരം, ഈ സിനിമകളുടെ കഥയും വടക്കുനാഥൻ, പല്ലാവൂർ ദേവനാരായണൻ, ബ്രഹ്മരക്ഷസ് തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥയും അദ്ദേഹത്തിൻ്റെതായിരുന്നു. സ്വന്തമായി ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. വടക്കുനാഥൻ എന്ന ചിത്രം അത്തരത്തിൽ അദ്ദേഹം പ്ലാൻ ചെയ്തതാണെങ്കിലും ഒടുവിൽ ഷാജൂൺ കാര്യലാണ് അത് സംവിധാനം ചെയ്തത്. മരണത്തിന് തൊട്ടു മുൻപ് ലാലേട്ടനെ നായകനാക്കി രാമൻ പോലീസ് എന്ന ചിത്രം സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു അദ്ദേഹം. 7 തവണ മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ അദ്ദേഹം തന്റെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 2000-ലധികം ഗാനങ്ങളാണ് മലയാളിക്ക് സമ്മാനിച്ചത്. 1995 മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിൽ തുടർച്ചയായി അദ്ദേഹം നേടിയ പുരസ്കാരങ്ങൾ ആ സർഗപ്രഭാവത്തിന്റെ സാക്ഷ്യപത്രങ്ങളാണ്. വെറും പാട്ടെഴുത്തുകാരൻ എന്നതിലുപരി മലയാള സിനിമയുടെ നട്ടെല്ലായിരുന്ന പല വാണിജ്യ വിജയങ്ങൾക്കും പിന്നിൽ പുത്തഞ്ചേരിയുടെ ബുദ്ധിയും പ്രയത്നവും ഉണ്ടായിരുന്നു. ആയുസിന്റെ പകുതിയിലേറെയും പാട്ടുകൾക്കായി മാറ്റിവെച്ച ആ കലാകാരൻ 2010 വിട പറഞ്ഞെങ്കിലും ഇന്നും ഓരോ മലയാളിയുടെയും ചുണ്ടുകളിലെ വരികളിലൂടെ അദ്ദേഹം അനശ്വരനായി തുടരുന്നു. മരണമില്ലാത്ത ആ വരികൾ ഓരോ പുതിയ തലമുറയ്ക്കും സംഗീതത്തിന്റെ പുതിയ അർത്ഥങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും.